ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ക്ലേ ഉപയോഗിച്ചിട്ട് ട്രിങ്കർ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. അപ്പോൾ ക്ലേയുടെ വീഡിയോ ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അത് അവിടെ ഉണ്ട്. ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ എന്റെ മനസ്സ് ഫുള്ള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഫുള്ള് ഡയറി മിൽക്ക് ആയിരുന്നെങ്കിൽ എന്നാ. കാരണം കാണാൻ അതുപോലെ. എന്നാ പിന്നെ കുറച്ചെടുത്ത് തിന്നൂടായിരുന്നോ എന്ന് ആരും ചോദിക്കരുത്, ഇത് ചെളിയാണ്. നമ്മുടെ ക്ലേ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കുക. ഇതെന്റെ ഒരു ആദ്യ പരീക്ഷണം മാത്രമായിരുന്നു. കാരണം ഞാനിത് ചെയ്ത് തുടങ്ങിയപ്പോൾ അത്ര സക്സസ് ആകുമെന്നോ ഒന്നും വിചാരിച്ചല്ല. കാരണം ആദ്യമായിട്ടാണ് ക്ലേയിലിട്ട് പണിയണത്. അതിന്റെ എല്ലാ ഇതും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ എനിക്കിത് ചെയ്ത് നോക്കിയിട്ട് ഇത് ഓക്കെ ആവോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഈ ക്ലേയുടെ വീഡിയോ ഇടാമെന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് നോക്കി എല്ലാം സക്സസ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ എങ്ങനെയാ ക്ലേ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് വേറെ ടൂളൊക്കെ നമുക്ക് ഉപയോഗിക്കായിരുന്നു, വല്ല ചപ്പാത്തി പലകയുടെ റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വെറുതെ വീഡിയോ ഓണാക്കി വെച്ചു, എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നുള്ളൊരു തോട്ടായിരുന്നു ഫുള്ള്. ഞാൻ അടിച്ചും പരത്തിയൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി ഒരു ഹാർട്ടിന്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുത്തു. ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ട് ഇവിടം വരെ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റിയപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് അതിന് മൊത്തത്തിലൊരു നല്ല ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ള രീതിക്ക് കുറേയും കിടന്നങ്ങ് പണിഞ്ഞു. ഇതെന്തായാലും കുറച്ച് മെനക്കെട്ട പരിപാടിയും ക്ഷമ വേണ്ട പരിപാടി ആയതുകൊണ്ട് ഞാൻ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമുക്ക് നല്ല രീതിക്ക് അത് ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുഴി പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ക്ലേ എടുത്തിട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്താലും മതിയാവും. ഈ സ്റ്റൂളിന്റെ പൊക്കത്ത് വെച്ചിട്ട് അതിങ്ങനെ പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിന്റെ പുറത്തേക്കാട്ടോ വെച്ച് കൊടുക്കുന്നത്. തുണിയാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷെ എന്റെ ആ നേരത്ത് തുണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വേഗം ഒരു ബുക്കിന്റെ പേപ്പർ കീറിയിട്ട് അങ്ങ് അതിന്റെ പുറത്തേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. അറിയാലോ, നമുക്കെല്ലാം ഓരോ പരീക്ഷണമാണല്ലോ. പക്ഷെ കുഴപ്പമില്ല, സംഭവം സക്സസ് ആയിരുന്നു. അങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്ത് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ ക്ലേ ഒക്കെ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താൽ ഷേപ്പാക്കി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബേസ് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ സെറ്റായി. ഇനി അതിന്റെ സൈഡ് റെഡിയാക്കാനുള്ള പരിപാടി മൊത്തത്തിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി തന്നെ ആയിരുന്നു. പിന്നെ ഇതിനൊന്നും വലിയ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു അത് ലാസ്റ്റ് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിലല്ലോ കാര്യം. പേപ്പർ വെച്ച പരിപാടി അത് സൈഡ് കീറിയെങ്കിലും പക്ഷെ എൻ്റെ ഒരു എളുപ്പത്തിന് എനിക്ക് പേപ്പർ പരിപാടി തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് എനിക്ക് പെരുമാറാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ ടേബിളിന്റെ പുറത്തിട്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തത് കയ്യിലെടുത്ത് വെച്ചിട്ട് ചെയ്യാനാണ്. ശരിക്കും ഇതിന്റെ സൈഡ് ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിന്റെ ക്ലിപ്സ് ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെ സിമ്പിളായിട്ട് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ട സാധനം നമ്മൾ അതികഠിനമായിട്ടാണെങ്കിലും ഉണ്ടാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഡേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും വെയിലത്തൊന്നും കൊണ്ടേ വെക്കരുത്, ഇതിൽ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറെ മെനക്കെട്ടിട്ടാണെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പോലും. പിന്നെ ഇതിനെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് ക്യൂട്ടാക്കി എടുക്കാം.
ഫസ്റ്റ് കോട്ടൊന്ന് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ക്ലേയിൽ പെട്ടെന്ന് നമ്മുടെ പെയിന്റ് ഉണങ്ങൂട്ടോ. ഇത് കുറെ സമയമൊന്നും വേണ്ട. പിന്നെ അടുത്ത പണിതാ ഇതുപോലൊരു ഹാർട്ടിന്റെ ഷേപ്പ് വരച്ചെടുക്കലായിരുന്നു. നമ്മുടെ ട്രിങ്കർ ഡിഷിന് ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വാർണിഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഗ്ലോ ഒക്കെ കിട്ടി. ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടും പിന്നെ സംഭവം കുഴപ്പമില്ലാത്ത രീതിക്ക് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തിക്കൊണ്ട് നല്ലൊരു ക്ലേ വീഡിയോ ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ കുറേ ക്ലേ ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ട്രിങ്കർ ഡിഷ് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണേ. നമ്മുടെ പരീക്ഷണ വസ്തു ആണെങ്കിലും എനിക്ക് ലാസ്റ്റത്തെ ലുക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ.